V3 ഇടയ്ക്കിടയ്ക്ക് ഈ കൂളന്റ് ലീക്ക് ആവുന്നതും അതുപോലെ കൂളന്റ് കാണാത്തതുമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ട് ഇല്ലേ? അത് വേറൊന്നുമല്ല, ഒന്ന് നമ്മുടെ വാട്ടർ പമ്പിന്റെ ഓയിൽ സീൽ അറിയാൻ പറ്റും. വാട്ടർ പമ്പിന്റെ ഓയിൽ സീൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും ഇതുപോലെ എഞ്ചിൻ ഓയിലായിട്ട് ഈ കൂളന്റ് മിക്സ് ആവാൻ ചാൻസ് കൂടുതലാണ്. അത് ഭയങ്കര വലിയ ഡേഞ്ചറാണ്, കാരണം എഞ്ചിൻ പിസ്റ്റം പിടിക്കാൻ വരെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇമ്പലർ. ഇത് ആ ഇമ്പലറിൽ വരുന്ന ബെയറിങ്ങും ഈ കാണുന്നതും വാട്ടർ പമ്പ് ഓയിൽ സീലാണ്. ഇത് മൂന്നും കംപ്ലൈന്റ് ആണെങ്കിൽ നിങ്ങളുടെ R15 വണ്ടികൾക്ക് ഇതുപോലെ കൂളന്റിന്റെ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഹോസോ അല്ലെങ്കിൽ റേഡിയേറ്ററിന്റെ എന്തെങ്കിലും പൊട്ടുകയോ അല്ലെങ്കിൽ ലീക്കാവുകയോ ചെയ്യുകയോ അല്ലാതെ ഉള്ളിൽ വരുന്ന കംപ്ലൈന്റുകളാണ് ഈ പറഞ്ഞ മൂന്നെണ്ണം. ഈ 3 പാർട്സ് നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കണം. അപ്പോൾ നിങ്ങൾ മെക്കാനിക് ഷോപ്പിൽ പോവുകയാണെങ്കിൽ ചിലവർക്ക് അറിയാൻ പറ്റത്തില്ല, അവരോട് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതിങ്ങനെ ഒരു 3 പാർട്സ് കംപ്ലൈന്റ് ആയാലും ഇങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.